കാൽപന്തിന്റെ സൗന്ദര്യം എന്നാൽ ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ കണ്ടറിഞ്ഞത് തന്നെയാണ് കാൽപന്തിന്റെ ഏറ്റവും സൗധമായ സൗന്ദര്യം. കാളപ്പോരിന്റെ മണ്ണിൽ നിന്നും കാളക്കൂറ്റന്മാരുടെ കരുത്തുമായി ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ള സ്പെയിൻ വടക്കേ അമേരിക്കൻ മണ്ണിലേക്ക് വിമാനം കയറിയത് മുന്നിൽ വരുന്ന എതിരാളികളെ മുഴുവൻ കുത്തി മലത്താമെന്ന ആത്മവിശ്വാസവും വീര്യവും പേറിയാണ്. പക്ഷേ അവരറിഞ്ഞിരുന്നല്ല 40 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധൻ തങ്ങളെ ചങ്ങലക്കിട്ട് തടഞ്ഞു വെക്കുമെന്ന്. സ്പെയിനിന്റെ പേര് കേട്ട ആക്രമണ നിര 40 വയസ്സ് കഴിഞ്ഞ വൊസീഞ്ഞയ്ക്ക് മുന്നിൽ നിഷ്പ്രഭരായിപ്പോയി. കുട്ടികളെ പോലെ അവർ തടുത്ത ഓരോ ഷൂട്ടും വളരെ മനോഹരമായി വൊസീഞ്ഞോ തട്ടിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേപ്പ് വെർദെ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം പോർച്ചുഗീസ് കോളനിയായിരുന്നു. പോർച്ചുഗീസ് കോളനി എന്ന് പറയുമ്പം പഴയ ഐബീരിയൻ അടിമകളായിരുന്നു. ഐബീരിയൻ പെനിൻസുലയുടെ ഹിസ്റ്ററിയും അവിടുത്തെ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും മേധാവിത്വത്തിനെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഐബീരിയൻ പെനിൻസുലയിൽ തങ്ങളെ അടിമകളാക്കി വെച്ചവന്മാരുടെ പടയോട്ടത്തിനെ 40 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധൻ തടഞ്ഞു നിർത്തുമ്പോൾ സ്പെയിൻ്റെ പോരാട്ടത്തിൻ്റെ തീവ്രത അങ്ങ് കരിഞ്ഞില്ലാതായി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഫുട്ബോളിൻ്റെ ഏറ്റവും സൗധമായ സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരമാല പോലെയുള്ള സ്പാനിഷ് ആക്രമണങ്ങൾക്ക് മുന്നിൽ കരങ്ങൾ വിരിച്ച് വൊസീഞ്ഞോ എന്ന 40 വയസ്സുകാരനായ ഗോൾ കീപ്പർ നിന്നപ്പോൾ സ്പെയിൻ്റെ ആക്രമണത്തിൻ്റെ മുഴുവൻ തീക്ഷ്ണത അയാളുടെ കാരിരുമ്പിൻ്റെ കരുത്തുള്ള കാവൽപ്പുരയ്ക്ക് കീഴിൽ നിഷ്പ്രഭമായി പോയി. അഗ്നിയായി വന്ന സ്പെയിൻ വൊസീഞ്ഞയ്ക്ക് മുന്നിൽ വെറും ചാരമായി പോയി എന്ന് പറയാം. ഏതായാലും ഈ ലോകകപ്പ് എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നെതർലൻഡ്സിനെ പിടിച്ചു കിട്ടുന്ന സ്പെയിൻ നെതർലൻഡ്സിനെ നമ്മുടെ ജപ്പാൻ പിടിച്ചു കിട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറുസോവോ ഇന്നലെ ജർമ്മനിക്കെതിരെ തുടക്കത്തിലൊരു പോരാട്ട വീര്യം കാഴ്ചവെച്ചു. പക്ഷേ ഇന്നുണ്ടായ സംഭവം ഉണ്ടല്ലോ, ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ള സ്പെയിനെ 70 പിന്നിൽ കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യമായ പഴയ ഐബീരിയൻ കോളനിയായ കാബോ വെർദെ എന്ന രാജ്യം ഗോൾ രഹിത സമനിലയിൽ പിടിച്ചു നിർത്തി 1 പോയിന്റ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വിജയത്തോളം പോകുന്ന ഒരു സമനില. സ്പെയിന് 10-0 തോറ്റാലും ഇതിനെക്കാട്ടി വലിയ അപമാനം വേറെ ഒന്നുമില്ല. പഴയ കോളനിക്ക് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ഒന്ന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. സ്പെയിൻ്റെ ആക്രമണത്തിനെ മുഴുവൻ വൊസീഞ്ഞോ ഒറ്റയ്ക്ക് തടുത്തിട്ടു. രക്ഷകൻ വൊസീഞ്ഞ, ദ ലിബറേറ്റർ ഗ്ലാഡിയേറ്റർ ഓഫ് കാബോ വെർദെ.